പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 1 മാസം തികയുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സംസ്ഥാനത്തെ സാധാരണ നിലയിലാക്കാനുമുള്ള നീക്കങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതായിരുന്നു പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല. ഭീകരരെ അയച്ചവർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് രാജ്യത്തുയർന്ന രോഷം കുറച്ചെങ്കിലും തണുപ്പിക്കാൻ കേന്ദ്രത്തിനായി. എന്നാൽ കൂട്ടക്കൊല നടത്തിയ ഭീകരർ ഇനിയും പിടിയിലായിട്ടില്ല. രഹസ്യാന്വേഷണ വീഴ്ചയുടെ ഉത്തരവാദിത്തം ആർക്കെന്ന അന്വേഷണവും തൽക്കാലം എവിടെയും എത്തിയിട്ടില്ല. ജമ്മു കാശ്മീരിൽ നിന്ന് കഴിഞ്ഞ മാസം 22-ന് 2:30-ക്ക് ശേഷം ആദ്യം പുറത്തു വന്നത് ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരമായിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ നിഷ്ഠൂര ആക്രമണത്തിന്റെ വ്യാപ്തിയും ഭീകരതയും തെളിവാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ നോക്കിയ കശ്മീരി യുവാവിനെയും ഭീകരർ വെറുതെ വിട്ടില്ല. എന്നാൽ പഹൽഗാമിലെ കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്തവർ ഇപ്പോഴും കശ്മീരിലെ കാടുകളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവർ അതിർത്തി കടന്നോ എന്നതിലും വ്യക്തതയില്ല. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്നിടത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതിരുന്നതിന്റെ വീഴ്ച ആർക്കെന്ന ചോദ്യത്തിനും ഉത്തരമായിട്ടില്ല.